വ്യൂവേഴ്സ്, എല്ലാവർക്കും ദിജോസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വേനൽക്കാലത്ത് പ്രഗ്നൻസി നോക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ നിങ്ങൾക്ക് വേണ്ടുന്ന ഏറ്റവും പവർഫുൾ ആയിട്ടൊരു ടിപ്പുമായിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വന്നിരിക്കുന്നത് കേട്ടോ. നമ്മുടെ ബോഡി മൊത്തം ഒന്ന് ഡിറ്റോക്സിഫൈ ചെയ്യുന്നതിനും സമ്മറിൽ നമ്മുടെ ബോഡി ഒന്ന് കൂളാക്കി വെക്കുന്നതിനും ഓവറോൾ നമ്മുടെയും പുരുഷന്മാരുടെയും ഫെർട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യുന്നതിനും ഒരുപാട് സഹായിക്കുന്ന ഒരു ഈസി ടിപ്പുമായിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതെന്താണെന്ന് നമുക്ക് നോക്കാം. വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇതിനോടകം ഒരുപാട് പേര് നമ്മുടെ ചാനൽ ഫോളോ ചെയ്തിട്ട് പ്രഗ്നൻ്റ് ആയിട്ടുണ്ട്. അവരുടെയൊക്കെ സക്സസ് സ്റ്റോറീസ് കാണാൻ വേണ്ടിയിട്ട് ചാനൽ വിസിറ്റ് ചെയ്തതിന് ശേഷം കമ്മ്യൂണിറ്റി ടാബ് നോക്കുക കേട്ടോ. ഇനിയും ഒരുപാട് പേരുടെ സക്സസ് സ്റ്റോറീസ് നമ്മൾ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി കിടക്കുന്നുണ്ട്. ഏകദേശം 1 വർഷത്തോളമുള്ള സക്സസ് സ്റ്റോറീസ് നമുക്കിപ്പോൾ പെൻഡിങ് ആണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഞാനിന്ന് സംസാരിക്കാൻ പോകുന്നത് ഗോൺ കത്തീര. നമ്മളധികം കേട്ടിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആയിരിക്കില്ല ഇത്. പക്ഷേ ഈ ഒരു പേരിൻ്റെ ഗാംഭീര്യം കേട്ടിട്ട് ആരും വീഡിയോ സ്കിപ്പ് ചെയ്ത് പോകരുത് കേട്ടോ. നമുക്കൊക്കെ ഈസിലി അവൈലബിൾ ആയിട്ടുള്ള ഒന്നാണ് ഈ ഗോൺ കത്തീര എന്ന് പറയുന്നത്. ഒരു പ്ലാന്റിൻ്റെ നമ്മളിപ്പോൾ പശ എന്ന് പറയില്ലേ, ആൽമണ്ട് ഗം എന്നൊക്കെ പറയില്ലേ, അതുപോലെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഒരു ഗമ്മാണിത്. ഒരു മരത്തിൻ്റെ ഒരു പശയാണ് കേട്ടോ ഇത് ഉപയോഗിച്ചിട്ട് ഫെർട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യാനായിട്ട് സാധിക്കുന്നുവെന്ന് ഒരുപാട് പഠനങ്ങൾ നടത്തി തെളിയിച്ചിട്ടുണ്ട് കേട്ടോ. ഇത് സമ്മറിൽ നമ്മൾ എസ്പെഷ്യലി സമ്മർ ടൈമിൽ നമ്മൾ ഉപയോഗിക്കുമ്പോഴേക്ക് സമ്മറിൻ്റെ ഒരു എക്സോഷനൊക്കെ നമുക്കുണ്ടാവുമല്ലോ, ഒരു ആവിപ്പ്, ഒരു ചൂട്, ഒരു വല്ലാത്തൊരു അസ്വസ്ഥതകൾ, ഇതൊക്കെ ഒന്ന് റിഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും നമ്മുടെ ബോഡിക്ക് നല്ലൊരു കൂളിംഗ് എഫക്റ്റ് തരുന്നതിന് വേണ്ടിയിട്ടും സഹായിക്കുന്നതാണ് ഈ ഒരു പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് കേട്ടോ. ഇനി ഇത് ഉപയോഗിക്കുമ്പോഴേക്കും നമുക്ക് ഹോർമോൺസിൻ്റെ കാര്യത്തിൽ മറ്റു പല രീതിക്കും എങ്ങനെയാണ് ഫെർട്ടിലിറ്റിയിൽ സഹായിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഏറ്റവും ആദ്യത്തെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഹോർമോണൽ ബാലൻസ് കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കുന്നത് സഹായിക്കുന്നുണ്ട് കേട്ടോ. അത് നമ്മുടെ എല്ലാ ഹോർമോണൽ ആക്ടിവിറ്റീസിനും ഈ ഒരു പ്രൊഡക്റ്റ് നല്ലതാണ്. അതായത് ഹോർമോണൽ ആക്ടിവിറ്റീസ് കൊണ്ട് ഹോർമോൺസ് ഇറഗുലർ ആകുന്നത് കൊണ്ട് നമുക്കുണ്ടാകുന്ന ഒരു ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ടാണ് ഇറഗുലർ ആയിട്ടുള്ള പീരിയഡ്സ് എന്ന് പറയുന്നത്. അതിനെ ഒന്ന് ഓവർകം ചെയ്യുന്നതിനും നമ്മളുടെ ഓവുലേഷൻ നടക്കാത്ത സിറ്റുവേഷൻ, എഗെയിൻ ഇതും ഹോർമോൺസിന്റെ ഇറഗുലാരിറ്റീസ് കൊണ്ട് നമുക്കുണ്ടാവുന്ന പ്രശ്നമാണ്. അപ്പോൾ നമ്മുടെ ഓവുലേഷൻ നടക്കാത്ത സിറ്റുവേഷനും അതുപോലെ നമുക്ക് ഇറഗുലർ പീരിയഡ്സ് വരുന്ന സിറ്റുവേഷനും ഉള്ളവർക്ക് അതൊക്കെ ഒന്ന് റിഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നത് സഹായിക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഹെൽത്തി ആയിട്ട് ഓവുലേഷൻ നടക്കുന്നതിനും ഏറ്റവും ക്വാളിറ്റിയോട് കൂടിയിട്ട് അണ്ടം ഉണ്ടാകുന്നതിനും വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നുണ്ട്. ഒപ്പം ഈസ്ട്രോജൻ്റെ ലെവല് ബാലൻസ് ചെയ്ത് വെക്കുന്നതിന് വേണ്ടിയിട്ടും PCOD ഉള്ളവർക്ക് അതിൻ്റെ ബുദ്ധിമുട്ടുകൾ ഒന്ന് കൺട്രോൾ ചെയ്യാനും വേണ്ടിയിട്ടും സഹായിക്കുന്നതാണ് ഈ ഗോൺ കത്തീര എന്ന് പറയുന്നത് കേട്ടോ. അടുത്തത് നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ നന്നായിട്ട് നടക്കുന്നതിന് വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നുണ്ട് കേട്ടോ. എസ്പെഷ്യലി ബ്ലഡ് സർക്കുലേഷൻ റീപ്രൊഡക്റ്റീവ് ഭാഗങ്ങളിലോട്ട് ബ്ലഡ് സർക്കുലേഷൻ എൻഹാൻസ് ആകുന്നതിൻ്റെ ഭാഗമായിട്ട് ഇത് നമ്മുടെ ഓവറി ഹെൽത്തി ആക്കി വെക്കുന്നതിനും നമ്മുടെ എൻഡോമെട്രിയൽ ലൈനിങ്ങിനെ നറിഷ് ആക്കി വെക്കുന്നതിനും വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട് കേട്ടോ. പല ആളുകൾക്കും ഓവുലേഷനൊക്കെ നടക്കുന്നുണ്ട്, ചിലപ്പോൾ അവർക്ക് ഫെർട്ടിലൈസേഷനും ഉണ്ടാകും. പക്ഷേ ഇംപ്ലാന്റേഷൻ ഫെയിലായി പോകുന്നതിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത് എൻഡോമെട്രിയൽ ലൈനിങ്ങിൻ്റെ തിക്നെസ്സിൽ വരുന്ന ഒരു ഇഷ്യൂ ആണ് കേട്ടോ. അപ്പോൾ അത് ഒന്ന് നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കുന്നത് സഹായിക്കുന്നുണ്ട് കേട്ടോ. അടുത്തൊരു ബെനിഫിറ്റ് നമുക്ക് കിട്ടുന്നത് നമ്മുടെ ബോഡി ഒന്ന് ഡിറ്റോക്സിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ബോഡിയിലൊരു ക്ലീനിങ് നടക്കുന്നതിന് വേണ്ടിയിട്ടുമുള്ള ഒരു സപ്പോർട്ട് ഇത് നടത്തുന്നുണ്ട് കേട്ടോ. നോർമലി നമ്മുടെ ബോഡിയിൽ നിന്ന് ആ ഒരു ബെനിഫിറ്റ് തരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ നിന്ന് ടോക്സിൻസും അതുപോലെ എക്സസ് ആയിട്ടുള്ള വേസ്റ്റേജും കൃത്യമായിട്ട് ബോഡിയിൽ നിന്ന് പുറന്തള്ളുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു മെക്കാനിസം ഇത് ഉപയോഗിക്കുന്നത് കൂടി ഒന്ന് ഇമ്പ്രൂവ് ആക്കി എടുക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട് കേട്ടോ. ഈ ടോക്സിൻസും അതുപോലെ വേസ്റ്റേജും ഒക്കെ കൂടുതലായിട്ട് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്നത് കൊണ്ടാണ് അത് ഒരു രീതിക്ക് അല്ലെങ്കിൽ മറ്റൊരു രീതിക്ക് നമ്മുടെ ഹോർമോൺസിന്റെ പ്രവർത്തനത്തിനെ എല്ലാം അഫക്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇത് യൂസ് ചെയ്യുന്ന സമയത്ത് ഹാംഫുൾ ആയിട്ടുള്ള ടോക്സിൻസ് ബോഡിയിൽ നിന്ന് റിമൂവ് ചെയ്യുന്നതിനും നമ്മുടെ ശരീരത്തിൽ ന്യൂട്രീഷണൽ അബ്സോർപ്ഷൻ കൃത്യമായിട്ട് നടക്കുന്നതിന് വേണ്ടിയിട്ടും അത് സഹായിക്കുന്നുണ്ട് കേട്ടോ. പല ആളുകൾക്കും അവർ ഭക്ഷണങ്ങളൊക്കെ കഴിക്കുന്നുണ്ട്, നട്ട്സ് എടുക്കുന്നുണ്ട്, മെഡിസിൻസ് എടുക്കുന്നുണ്ട്, പക്ഷേ ഈ ന്യൂട്രീഷൻ്റെ ഒന്നും അബ്സോർപ്ഷൻ ശരീരത്തിൽ കൃത്യമായിട്ട് നടക്കുന്നില്ല. ഈ അബ്സോർപ്ഷന് കുറവുള്ള സമയത്താണ് പലരുടെയും എംബ്രിയോയ്ക്ക് ക്വാളിറ്റി ഇല്ലാത്ത സിറ്റുവേഷൻ വരികയും എഗ് റപ്ചർ ആകാത്ത സിറ്റുവേഷൻസും ഒക്കെ കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടാകുന്നു കേട്ടോ. അങ്ങനെയൊക്കെയുള്ള ആളുകൾക്ക് ഒരുപാട് മാസമായിട്ട് പ്രഗ്നൻസി ട്രൈ ചെയ്തിട്ടും പോസിറ്റീവ് കിട്ടാത്ത ആളുകൾക്കൊക്കെ അവരുടെ ആ ഒരു ബോഡി ഒന്ന് നറീഷ് ചെയ്യുന്നതിനും പ്രൊട്ടക്ട് ചെയ്യുന്നതിനും ഒക്കെ സഹായിക്കുന്നതാണ് ഈ ഗോൺ കത്തീര എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇതിൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി എഫക്റ്റ് ഇതിൻ്റെ ഒരു പ്രോപ്പർട്ടി ആയിട്ട് ഇതിൽ ഉണ്ട്. അത് നമ്മുടെ ബോഡിയെ ഇൻഫ്ലമേഷനിൽ നിന്ന് ക്യൂർ ചെയ്യുന്നതിന് നമുക്ക് മറ്റുള്ള വേദനകൾ, ബുദ്ധിമുട്ടുകൾ, അസ്വസ്ഥതകൾ, വീക്കം ഇതൊക്കെ ഉണ്ടാകുന്നതിൻ്റെ ആ ഒരു അളവൊന്ന് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടും ഇത് സഹായിക്കുന്നുണ്ട് കേട്ടോ.
അടുത്തൊരു ഗുണം കിട്ടുന്നത് നമ്മുടെ ഇമ്മ്യൂണിറ്റി സിസ്റ്റം സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നു. നമുക്ക് ഒരുപാട് തരത്തിലുള്ള വൈറസും ബാക്ടീരിയാസും ഒക്കെ പെട്ടെന്ന് നമ്മുടെ ശരീരത്തിൽ കടക്കുകയാണെങ്കിൽ നമുക്ക് ഇമ്മ്യൂണിറ്റി പവർ കുറവാണെന്നാണ് പറയുന്നത്. ഇമ്മ്യൂണിറ്റി പവർ കുറവുള്ള ആളെ സംബന്ധിച്ചിടത്തോളം പ്രഗ്നന്റ് ആകാനായിട്ടും ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഫ്യൂച്ചറിൽ ഉണ്ടാകാനായിട്ട് ചാൻസ് ഉണ്ട്. കാരണം തുടർച്ചയായിട്ട് ഇൻഫെക്ഷൻസ് വരുമ്പോഴേക്കും ചിലപ്പോൾ അത് ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ റീപ്രൊഡക്റ്റീവ് ഹെൽത്തിനെ അഫക്ട് ചെയ്യാം, അതല്ലെങ്കിൽ നമ്മുടെ വജൈനൽ സിസ്റ്റത്തിനെ അഫക്ട് ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട്. അങ്ങനെ നമ്മുടെ ഇമ്മ്യൂണിറ്റി പവർ ഒന്ന് എൻഹാൻസ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നവർക്ക് ഇത് യൂസ് ചെയ്യാം. ഇമ്മ്യൂണിറ്റി പവർ നിങ്ങൾക്ക് കുറവാണെന്ന് അറിയണമെങ്കിൽ നിങ്ങളിപ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് ജലദോഷം വരിക, മറ്റുള്ള ബുദ്ധിമുട്ടുകൾ, ഒരാൾ തുമ്മിക്കഴിഞ്ഞാൽ തൊട്ടടുത്ത മൊമെന്റിൽ തന്നെ നിങ്ങൾ തുമ്മുക, അങ്ങനെ എന്തെങ്കിലും അസ്വസ്ഥതകളൊക്കെ നിങ്ങൾക്ക് തുടർച്ചയായിട്ട് വരുന്നുണ്ട്, കണ്ടിന്യൂസ് ആയിട്ട് ജലദോഷം, ചുമ, തുമ്മൽ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇമ്മ്യൂണിറ്റി പവർ കുറച്ച് വീക്കായിരിക്കും. അങ്ങനെയുള്ള ആളുകൾ ഇമ്മ്യൂണിറ്റി ഒന്ന് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് എടുക്കുന്നത് നല്ലതാണ്. ഇൻ കേസ് നിങ്ങൾ പ്രഗ്നന്റ് ആകുന്ന സമയത്തും ഇമ്മ്യൂണിറ്റി നിങ്ങളുടെ ലോ ആണെങ്കിൽ ഒരുപാട് ഇൽനെസ് നമുക്ക് ആ ഒരു പ്രഗ്നൻസി പീരീഡിൽ മൊത്തത്തിൽ നമ്മൾ ഫേസ് ചെയ്യേണ്ടതായിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടാകും കേട്ടോ. അതൊക്കെയാണ് നമുക്ക് സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതൽ കിട്ടുന്ന ബെനിഫിറ്റ് എന്ന് പറയുന്നത്. സ്ത്രീകൾക്ക് ഹോർമോൺസ് എല്ലാം കൃത്യമായിട്ട് പ്രവർത്തിക്കാൻ സഹായിക്കുന്നതോടൊപ്പം ഇത് പുരുഷനും ആ ഒരു സ്പേമിന്റെ മോട്ടിലിറ്റിയും അതുപോലെ മോർഫോളജിയും ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട് കേട്ടോ. ഒപ്പം പുരുഷന്മാരിൽ ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ ഉണ്ടാകുന്നത് ക്യൂർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, പെട്ടെന്ന് ആ ഒരു ഇജാക്കുലേഷൻ സംഭവിക്കുമല്ലോ, അതൊക്കെ ഒന്ന് ക്യൂർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ഇത് സഹായിക്കുന്നുണ്ട്. ഒപ്പം സ്പേമിന്റെ പെർഫോമൻസ് ഒന്ന് എൻഹാൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു സപ്പോർട്ടും ഇത് ഉപയോഗിക്കുമ്പോൾ പുരുഷന് കിട്ടുന്നുണ്ട് കേട്ടോ. ഒപ്പം പുരുഷന്റെ ലിബിഡോ ഇൻക്രീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ഇത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഒരുപാട് പുരുഷന്മാർക്ക് ആ ഒരു ടൈമിൽ കോൺടാക്ട് ചെയ്യണമല്ലോ എന്ന് ചിലപ്പോൾ എന്തെങ്കിലും സ്ട്രെസ്സിന്റെ ഭാഗമായിട്ട് അവർക്ക് ഫിസിക്കൽ കോൺടാക്ട് ചെയ്യാനായിട്ട് താല്പര്യം കുറഞ്ഞു വരുന്ന സിറ്റുവേഷൻസ് ഉണ്ടാകും. പുരുഷന് താല്പര്യം കുറയുന്നതിനനുസരിച്ചിട്ട് സ്ത്രീയുടെ ഫോർപ്ലേ കിട്ടുന്നതിന്റെ എഫക്റ്റും അല്ലെങ്കിൽ ഫോർപ്ലേ കിട്ടുന്നതിന്റെ ആ ഒരു തോതും കുറയാനായിട്ട് ചാൻസ് ഉണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ പുരുഷനിൽ കുറവ് വരുന്നതിനനുസരിച്ചിട്ട് തന്നെ സ്ത്രീക്കും ആ ഒരു താല്പര്യത്തോടൊരു മടുപ്പ് ഉണ്ടാകാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. ആ ഒരു മടുപ്പ് മാറ്റാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നു. സ്ത്രീകൾക്കാണെങ്കിൽ അവരുടെ ലിബിഡോ ഇൻക്രീസ് ചെയ്യുന്നതിന് ഇത് സഹായിക്കുന്നു. ഒപ്പം പുരുഷനും അവരുടെ ലിബിഡോ ഇൻക്രീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കുന്നത് സഹായിക്കുന്നു എന്ന് പഠനങ്ങൾ തെളിയിക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇത് എങ്ങനെയാണ് നിങ്ങൾക്ക് മേടിക്കാൻ പറ്റുന്നതെന്ന് നമുക്ക് നോക്കാം. ഓൺലൈനായിട്ട് ഇപ്പോൾ ഫ്ലിപ്കാർട്ടിലൊക്കെ അവൈലബിൾ ആണ് ഈ ഗോൺ കത്തീറ എന്ന് പറയുന്നൊരു പ്രൊഡക്റ്റ്. അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി നോക്കിയിട്ട് നിങ്ങൾ മേടിക്കാനായിട്ട് നോക്കുക. അതല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റുകളിലാണെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു പ്രൊഡക്റ്റ് അവൈലബിൾ ആണ്. അവിടെ നിന്നാണെങ്കിലും നിങ്ങൾക്ക് മേടിച്ച് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. ഒരു ചെറിയ പാക്കറ്റ് നിങ്ങൾ മേടിച്ച് ഉപയോഗിച്ചാൽ മതി കേട്ടോ. ഇനി ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. നമ്മളിപ്പോൾ ഇത് കാണുമ്പോഴേക്കും പനങ്കൽക്കണ്ടം നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. കുഞ്ഞുങ്ങൾക്കൊക്കെ കുറുങ്ങലും കഫക്കെട്ടൊക്കെ ഉണ്ടാകുമ്പോഴേക്കും നമ്മൾ കൊടുക്കുന്ന ഒന്നാണ് ഈ പനങ്കൽക്കണ്ടം. ഏകദേശം ഇതിൻ്റെ ആയിട്ടുള്ള ഒരു ടെക്സ്ചറിലാണ് ഈ ഗോൺ കത്തീറ നിൽക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 2-3 മാക്സിമം അത് മതി കേട്ടോ. അതിൽ കൂടുതൽ നമ്മൾ എടുക്കേണ്ട ആവശ്യമില്ല. അത് നമ്മൾ എടുത്തിട്ട് 2-3 അതെടുത്തിട്ട് നമ്മൾ കുതിർത്താനായിട്ട് വെക്കുക. നല്ല വെള്ളത്തിൽ, തിളപ്പിച്ച് ആറിയ വെള്ളത്തിൽ നമ്മൾ കുതിർത്താനായിട്ട് വെക്കുക. ഏകദേശം ഒരു 3-4 മണിക്കൂറൊക്കെ ഉള്ളിലോ അല്ലെങ്കിൽ 3-4 മണിക്കൂറിന് ശേഷവും പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ജെല്ലി ഫോം ചെയ്ത് വരല്ലേ. കുഞ്ഞുങ്ങളുടെ ഡയപ്പർ പൊട്ടിച്ചിട്ട് അവർക്ക് അറിയാൻ പറ്റും. അതെങ്ങനെ പൊട്ടിച്ചിട്ട് കഴിയുമ്പോൾ ഒരു ജെല്ലി കണക്ക് ഇതിങ്ങനെ പൊങ്ങി വരും. ഇതുപോലെ ആയിരിക്കും ഗോൺ കത്തീറ ഇതുപോലെ പൊങ്ങി വരാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. അത് നമ്മൾ എടുത്തിട്ട് ഒരു സ്പൂണിൽ നമുക്ക് എടുത്ത് ഒരു സ്പൂൺ നിങ്ങൾ ചേർത്തിട്ട് നാരങ്ങ വെള്ളത്തിലോ പാലിലോ ജ്യൂസിലോ ചേർത്ത് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. ഇപ്പോൾ ഒരുപാട് പേരോട് പറഞ്ഞിട്ടുണ്ട് ബീട്രൂട്ട് ജ്യൂസ്, പോമിഗ്രാനൈറ്റ് ജ്യൂസൊക്കെ നിങ്ങൾ ഉപയോഗിക്കുന്നത് നല്ലതാണെന്ന് ഒരുപാട് പേരോട് പറഞ്ഞിട്ടുണ്ട്. ആ ഒരു രീതിക്ക് നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഒരു ഗ്ലാസ് മാതള നാരങ്ങയുടെ ജ്യൂസ് നിങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ അതിൽ ഈ കുതിർത്ത് വെച്ചിട്ടുള്ള ഈ ഗോൺ കത്തീറയുടെ ആ ഒരു ജെല്ലി ഫോം എടുത്തിട്ട് നിങ്ങൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കുടിക്കാനായിട്ട് നോക്കുക. അതല്ലെങ്കിൽ നിങ്ങൾക്ക് പാലിൽ ചേർത്ത് കഴിക്കാം. ഇതൊന്നും നിങ്ങൾക്ക് അവൈലബിൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് നാരങ്ങ വെള്ളത്തിലാണെങ്കിലും ഇത് ചേർത്തിട്ട് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. നല്ല ബെനിഫിറ്റ് ഉണ്ടാകും. നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യുക. ഇപ്പോൾ പ്രഗ്നൻസി ട്രൈ ചെയ്യാതെ നിൽക്കുന്ന ഒരു വെയിറ്റിംഗ് പീരീഡിൽ നമ്മൾ നിൽക്കുകയാണ്, കുറച്ചൊന്ന് കഴിഞ്ഞ് ബോഡി ഒന്ന് സെറ്റ് ആക്കിയിട്ട് പ്രഗ്നൻസി നോക്കാം എന്ന് വിചാരിക്കുന്ന ആളുകൾക്കും സമ്മറിലെ ഹീറ്റ് ഇപ്പോൾ ഭയങ്കരമാണ്. ആ ഒരു സമയത്ത് നമ്മുടെ ബോഡി ഒന്ന് നറീഷ് ചെയ്യുന്നതിന്, ബോഡി ഒന്ന് ഹെൽത്തി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളിത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുന്നത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഒരുപാടൊന്നും നിങ്ങൾ കുതിർത്താനായിട്ട് വെക്കേണ്ട. അപ്പോൾ നമുക്ക് വേസ്റ്റേജ് ഉണ്ടാകാനായിട്ട് ചാൻസ് ഉണ്ട്. കാരണം ഇതിങ്ങനെ കുതിർത്തിയെടുത്ത് അത് നല്ലതുപോലെ ഇങ്ങനെ ജെല്ലി ഫോമിൽ വരുമല്ലോ. പിന്നെ നമുക്കിത് വേസ്റ്റേജ് ഉണ്ടാകാനായിട്ട് ചാൻസ് ഉണ്ട്. കാരണം തൊട്ടടുത്ത ദിവസം നമ്മളിത് ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ നമുക്കത് വെറുതെ പോകുമല്ലോ. അതുകൊണ്ട് ഒരെണ്ണമൊക്കെ ആണെങ്കിലും നിങ്ങൾ ഉപയോഗിച്ച് 1-2 നിങ്ങൾ എടുത്തിട്ട് കുതിർത്തുക. അത് കുതിർത്തി നിങ്ങൾക്ക് എത്രത്തോളം തോതിലാണ് ഇത് വരുന്നത്, 1 ടീസ്പൂൺ ഉണ്ടാകുന്നുണ്ടോ എന്ന് നോക്കുക. ഉണ്ടെങ്കിൽ അത് നിങ്ങൾ ഉപയോഗിച്ചാൽ മതി കേട്ടോ. മാക്സിമം ഒരു 2 ടീസ്പൂൺ ആണെങ്കിൽ 2 നേരം നിങ്ങൾ ഉപയോഗിക്കാനായിട്ട് നോക്കുക. അതിലും കൂടുതൽ നിങ്ങൾ ഉപയോഗിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. പിന്നെ ഇത് ഉപയോഗിക്കുന്നതിനനുസരിച്ചിട്ട് നമ്മൾ ഒരു നേരം 1 ടീസ്പൂൺ അങ്ങനെ ഉപയോഗിച്ചാൽ മതി. എക്സസ് ആയിട്ട് നമ്മളിത് യൂസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം ഏത് പ്രൊഡക്റ്റ് ആണെങ്കിലും നമ്മൾ അമിതമായിട്ട് ഉപയോഗിക്കുന്നത് ബോഡിക്ക് നല്ലതല്ല. നിങ്ങൾ എഫക്റ്റീവായിട്ട് ഏതെങ്കിലും ഒരു ജ്യൂസ് ഉണ്ടാക്കുന്നുണ്ട് അല്ലെങ്കിൽ ഡ്രിങ്ക്സ് ഉണ്ട് അല്ലെങ്കിൽ വെറുതെ വെറും വയറ്റിലാണ്, വെറും 1 ഗ്ലാസ് വെള്ളമാണെങ്കിൽ അതിലാണെങ്കിലും നിങ്ങൾക്കിത് മിക്സ് ചെയ്തിട്ട് യൂസ് ചെയ്യാവുന്നേ ഉള്ളൂ കേട്ടോ. പ്രൊഡക്റ്റിൻ്റെ ലിങ്ക് ഞാനിവിടെ ടാഗ് ചെയ്ത് കൊടുത്തേക്കും. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ അത് മേടിച്ചിട്ട് യൂസ് ചെയ്യാനായിട്ട് നോക്കുക. അതല്ലെങ്കിൽ തൊട്ടടുത്ത സൂപ്പർ മാർക്കറ്റുകളിൽ നിന്നാണെങ്കിലും നിങ്ങൾക്ക് മേടിച്ചിട്ട് ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ. നിങ്ങൾ ഉപയോഗിക്കുന്നതിനനുസരിച്ചിട്ട് ഹസ്ബൻഡിനും കൊടുക്കുക. ഒരു മാസത്തിൽ 30 ദിവസം
ദിവസവും നിങ്ങൾക്കിത് ഉപയോഗിക്കാവുന്നതാണ്. ഒരു 2 മാസമെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്ത് നോക്കുക. അറ്റ്ലീസ്റ്റ് ആ ഒരു പാക്കറ്റ് തീരുന്നത് വരെയെങ്കിലും നിങ്ങൾ യൂസ് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് മസ്റ്റായിട്ട് റിസൾട്ട് കിട്ടും കേട്ടോ. ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമൻസ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണോ അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമൻറ്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ആളുകൾ എത്രയാണോ സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതാണ് സൈക്കിൾ ലെങ്ത്. കഴിഞ്ഞ മാസം ഒരു 8-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ ഈ മാസം 6-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ കഴിഞ്ഞ മാസം 8-ാം തീയതി മുതൽ ഈ മാസം 6-ാം തീയതി വരെ എത്ര ദിവസമുണ്ടോ അത് കാലണ്ടറിൽ എണ്ണി തിട്ടപ്പെടുന്നതാണ് നിങ്ങളുടെ സൈക്കിൾ ലെങ്ത്. സൈക്കിൾ ലെങ്ത് നമ്മൾ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓവുലേഷൻ ഡേറ്റ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസും ഒരുപാട് ഓൺലൈൻ ആയിട്ടുള്ള വെബ്സൈറ്റുകളും ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ ട്രാക്കർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആപ്ലിക്കേഷൻസ് കിട്ടും. അത് പറ്റുന്നില്ല എങ്കിൽ ഗൂഗിളിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ കാൽക്കുലേറ്റർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് കിട്ടും. അതിൽ നിങ്ങളുടെ ലാസ്റ്റ് മന്തിലെ മെൻസ്ട്രേഷൻ്റെ ഡേറ്റും ഒപ്പം ഞാൻ ഈ പറഞ്ഞ രീതിക്ക് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സൈക്കിൾ ലെങ്ത്തും എൻ്റർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഫെർട്ടൈൽ ടൈം പീരീഡും നിങ്ങൾക്ക് കിട്ടും. അതായത് എത്ര ദിവസം മുതൽ കോൺടാക്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്രഗ്നൻ്റ് ആകും എന്നുള്ളൊരു ഡേറ്റും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കിട്ടും കേട്ടോ. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് സൈക്കിൾ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു കലണ്ടറിൽ നോക്കി തന്നെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. പല മാസങ്ങളിലും 30-31 ദിവസമുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഒപ്പം നിങ്ങൾക്ക് ബ്ലീഡിങ് തുടങ്ങിയ ദിവസത്തിന് വേണം നിങ്ങൾ ഡേ 1 ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. സ്പോട്ടിങ് തുടങ്ങിയ ദിവസത്തിനെ, അതായത് ചെറുതായിട്ട് ഡിസ്ചാർജ് പോയി തുടങ്ങിയ ദിവസത്തിനെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.